മൗലവി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അല്ലേ, ആളുകളെ മുഴുവൻ വഴി തെറ്റിച്ചതിന്റെ പ്രായശ്ചിത്തം അദ്ദേഹം അന്ത്യത്തോടടുക്കുമ്പോ ചെയ്തു തീർത്തു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രസിഡന്റും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി എന്ന് പറയുന്ന നിങ്ങളുടെ അന്നത്തെ പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവും വളരെ മോശമായ ഒരു തലത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടെത്തിച്ചു. എന്താതെന്നറിയോ? സമസ്തയുടെ പ്രമേയം 1933 മാർച്ച് 5-ാം തീയതി ഫറോക്ക് സമ്മേളനത്തിൽ വെച്ച് 6-ാം സമ്മേളനമെന്ന പ്രസിദ്ധമായ സമ്മേളനമെന്ന ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം ഇപ്പൊ ഈ പ്രമേയങ്ങൾക്ക് കൊടുക്കാൻ പേടിയാ. ചരിത്രം എഴുതുമ്പോഴൊക്കെ ഈ പ്രമേയം പതുക്കെ കോട്ടിമാട്ടും നിങ്ങൾ അല്ലേ. എന്തേ കാര്യം? ചെറുപ്പത്തരായി എഴുതി വെച്ചിട്ടുള്ളത് നോക്കൂ, നിങ്ങൾ വായിക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സംഘത്തിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിംമാര് എല്ലാവരും കോൺഗ്രസ്സുകാർ അല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയും ആയിരിക്കണമെന്നും ആരൊക്കെ ആകണ്ടേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അല്ലേ, ഇപ്പൊ നിലവിലുള്ള മുഷാവറ പരിശോധിച്ചാൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപീകരിച്ച് പ്രസിഡന്റായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിലൂടെ അങ്ങനെ വരുന്ന ആ മുഷാവറ ഉണ്ടല്ലോ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും ഷംസുൽ ഉലമയുള്ള കാലത്ത് വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറി ആയ ആളാണ് ഇപ്പോ AP വിഭാഗം മുഷാവറയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും. ഉള്ള ആള് ഷംസുൽ ഉലമയുള്ള കാലത്ത് വൈസ് പ്രസിഡന്റാ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കണ്ണിയത്തുള്ള കാലത്ത് ജനറൽ സെക്രട്ടറി അല്ല, ജോയിന്റ് സെക്രട്ടറിയാണ്. എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യത്തിന്റെ പ്രണേതാക്കളായി നിങ്ങൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. ചെറിയൊരു മരുന്നിട്ടിരാണ് നിങ്ങൾക്ക് അവകാശപ്പെടാം, അല്ലെങ്കിൽ എല്ലാറിനോട്ടെ, പ്രശ്നമല്ല. ചെറുശ്ശേരി ടീമാണ് യഥാർത്ഥ അതിന്റെ ആൾക്കാരെന്ന് പറഞ്ഞോട്ടെ, നമുക്ക് വിരോധമല്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി രേഖ എടുക്കാണ്ട് അതൊന്നും കൂടി വായിക്കും, ഒരു പരിപാടിയും കൂടി സംഘടിപ്പിക്കും എന്നിട്ട് എഴുതുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സംഘത്തിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിംമാര് എല്ലാവരും എന്ന് പറഞ്ഞാൽ മുഷാവറ മെമ്പർമാരെല്ലാവരും കോൺഗ്രസ്കാരല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയുമായിരിക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റ് കക്ഷി ആയാലേ മുഷാവറയിൽ അംഗമാകാൻ പറ്റുള്ളൂ. അങ്ങനുണ്ട്. എന്താ പറഞ്ഞേ? നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ധീരോദാത്തമായ പോരാട്ടത്തിന്റെ ചരിത്രം. നമ്മൾ നിലകൊള്ളുന്നത് ജനുവരി മാസത്തിലാണ്. 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാൻ പോകാൻ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാമനീഷികൾ, ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, കാളിയാരകത്ത് കാക്കത്തറയിൽ ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു, ഖാദിരിയ തരീഖത്തിന്റെ നായകനായി ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ച മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്തിൽ ജനിച്ചു വളർന്ന് തിരൂരങ്ങാടി മസ്ജിദ് കേന്ദ്രമാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞാമദാജി, അങ്ങനെ ഉണ്ണിമൂസ തുടങ്ങിയ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ മഹാമനീഷികൾ. നിങ്ങൾക്കറിയില്ല അവരുടെ ചരിത്രം. ഇന്ത്യയിലെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരെ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത കാപാലികന്മാർ ബ്രിട്ടീഷുകാർ. ഈ വെള്ളക്കാർ ഇന്ത്യ രാജ്യത്ത് പറന്നു വീണ മക്കളെ കൊല ചെയ്തുകൊണ്ട് നിഷ്ഠൂരമായി പാവപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ ബലാത്കാരത്തിന് വിധേയമാക്കി ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും ഊറ്റിയെടുക്കാൻ വേണ്ടി വന്ന കാപ്പാലികന്മാരായ കഴുകന്മാർ. ആ കഴുകന്മാർക്കെതിരെ സമരം നടക്കുമ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന കാന്തപുരവും ഉള്ളാളും നേതൃത്വം നൽകുന്ന ആ സമസ്തയുടെ 1933 മാർച്ച് മാസത്തിൽ 6-ാം സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം എന്താണെന്നറിയോ?
പാവപ്പെട്ട മനുഷ്യര് ബ്രിട്ടീഷുകാരൻ ഇങ്ങനെ കൊല ചെയ്തിട്ട് കൊന്നു തിന്നുന്ന സമയത്ത് ഇവരെ പ്രമേയം സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘത്തിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിംമാരെല്ലാവരും കോൺഗ്രസ്സുകാരല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയുമായിരിക്കണം, ബ്രിട്ടീഷ് ഗവൺമെന്റ് കക്ഷിയാകണം. കോൺഗ്രസ്സുകാരായാല് അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം വഹിക്കുകയാണ്, അതുകൊണ്ട് ഓലപ്പം കൂടാൻ പാടില്ല. പിന്നെ എന്തു വേണം? ഗവൺമെന്റ് കക്ഷിയാകണം. നിങ്ങളെ ഒന്നാമത്തെ പ്രസിഡന്റ് ആരേനി? ലോകം സാഹിബിന്റെ സുഹൃത്ത്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടി 933 നിങ്ങൾ പ്രമേയം പാസാക്കി. 933 നിങ്ങൾ പ്രമേയം പാസാക്കി. എന്താ പാസാക്കിയത്? മുഷാവറ മെമ്പർമാര്, മൗലവിമാര് അല്ലേ, ഓലൊക്കെ ഗവൺമെന്റ് കക്ഷിയാകണം. വിദേശ ഗവൺമെന്റിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കക്ഷിയായവർക്ക് മുഷാവർ മെമ്പർഷിപ്പ് നൽകൂ എന്ന് പരസ്യമായി എഴുതി എന്ന് മാത്രമല്ല, ഇതുവരുടെ മേപ്പടി സംഘത്തിന്റെ മൂല സിദ്ധാന്തങ്ങളിൽ പെട്ടതാണെന്നുമുള്ള മുൻ നിശ്ചയത്തെ ഈ യോഗം പുനരാവർത്തിച്ച് ശക്തിപ്പെടുത്തുന്നു. ഇതൊരു അബദ്ധത്തിൽ പറഞ്ഞ പ്രമേയമല്ല, ഒരു സമ്മേളനത്തിൽ അബദ്ധത്തിൽ ഉണ്ടായതല്ല, പിന്നെ സംഘത്തിന്റെ മൂല സിദ്ധാന്തങ്ങളിൽ പെട്ടതാണ്. മുൻ നിശ്ചയത്തെ ഈ യോഗം പുനരാവർത്തിച്ച് പ്രഖ്യാപിക്കാണ്. പേരോട്ട്, മിസ്റ്റർ പേരോട്ട്, ഈ നാട്ടിന്റെ മക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കാപാലിക വൃന്ദത്തിന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുമ്പോ ഇന്ത്യ രാജ്യത്തെ മനുഷ്യ മക്കളെ കൊന്നു തിന്നുന്ന കഴുകന്മാരുടെ കൂടെ കൂടി ആ കക്ഷിയായാൽ മാത്രമേ നിന്റെ മുഷാവറയിൽ അംഗത്വം നൽകൂ എന്നെഴുതി വെച്ചിരിക്കുന്നു. എന്തു പറയുന്നു? ആ വലിയ തലീക്കെട്ടിന്റെ ഉള്ളില് വിവരമുള്ള ആള് വന്നിട്ടൊന്ന് വിശദീകരിക്കുന്നു, വന്ന് പാട്. അത് ആ ബ്രിട്ടീഷുകാരോടുള്ള പ്രേമമായിരുന്നില്ല. ഓളിട്ടോ, നീ വന്ന് വിശദീകരിക്ക്. വരക്കൽ സ്ഥാപിച്ചത് ഷിയായിസമാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാം, വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഷിയാ വിശ്വാസമാണ് പ്രചരിപ്പിച്ചത്. ഷിയാ വിശ്വാസമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അല്ലെന്ന് തെളിയിക്കാൻ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കടന്നു വാ. ഉണ്ടോ? 2, ബ്രിട്ടീഷ് ഗവൺമെന്റ് കക്ഷി ആകണം മുഷാവറ മെമ്പർമാര്. നിങ്ങളുടെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവര് വലിയ മുതലായ നമുക്ക് മൂപ്പരെഴുതിയതാ. ഇർഫാദിൽ ഇതാ ഈ ഇരിക്കുന്ന ആളാണ് ഈ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, നവോത്ഥാന ശില്പി. നൂറുൽ ഉലമ, അങ്ങനെ ഒരു ഉലമയുണ്ട്, നൂറുൽ ഉലമ MA ഉസ്താദ്. ഇത് ഏതൊക്കെ ഉലമയെന്ന് പുറത്തു വരാം. ഈ സാധു എന്തെങ്കിലും ഉലമയ? ജഹാലത്ത്. ഈ പേരോടിന് വല്ല ഉലമയുണ്ട്? അള്ളാഹു തആലാക്ക് അറിയാം. എഴുതുന്നോ നോക്കൂ. ഇപ്പൊ എന്താ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതി വെച്ചതെന്താ? മുഷാവറ മെമ്പറാകണമെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കക്ഷിയാകണം എന്ന് നിങ്ങളുടെ മൂല സിദ്ധാന്തമാണ്, മുൻ നിശ്ചയമാണ്. അതിനെ പുനരാവർത്തിച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രമേയം പാസാക്കിയതാണ്. 33 മാർച്ച് 5 6ാം സമ്മേളനം, ഫറോക്ക് സമ്മേളനം, ചരിത്ര പ്രസിദ്ധ സമ്മേളനം. MA ഇത് നോക്കണി, നിങ്ങൾ ആപ്പീസ് MA കൂട്ടിത്തരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് മറ്റേതൊരു സമൂഹത്തിനും ഇല്ലാത്ത മഹത്തായ പങ്കാളിത്തമാണ് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ സാമ്രാജ്യത്വവാദികളാണ്. അവരെ നേരിട്ട് പരാജയപ്പെടുത്തേണ്ടത് കേവലം ദേശീയ ബാധ്യതയല്ല, അത് മതപരമായ ഒരു കടമ കൂടിയായിരുന്നു. മനസ്സിലായില്ല? ആരാ പറയണത്? MA പറയാണ്. MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. നിങ്ങളെ ഭാഷയിൽ എന്തുലമ? നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്. എന്താ പറയണത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് മറ്റേതൊരു സമൂഹത്തിനും ഇല്ലാത്ത മഹത്തായ പങ്കാളിത്തമാണ്.
കാരണം എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ സാമ്രാജ്യത്വവാദികളാണ്. അവരെ നേരിട്ട് പരാജയപ്പെടുത്തേണ്ടത് കേവലം ദേശീയ ബാധ്യതയല്ല. നമ്മൾ ഈ ദേശത്ത് ജീവിക്കുമ്പോൾ ഒരു ദേശീയ ബാധ്യത എന്നുള്ള നിലക്ക് ചെയ്യുക, അങ്ങനെയല്ല. പിന്നെ അത് മതപരമായ ഒരു കടമ കൂടെയാണ്. എന്നിട്ട് മൂപ്പര് വീണ്ടും പറയാം, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികൾക്ക് തങ്ങളുടെ രാജ്യത്തെ ഭരിച്ചു മുടിക്കുന്ന വൈദേശിക ശക്തികളുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമല്ല. എങ്ങനെയുണ്ട്? അവസരവാദി, നിന്റെ പേരോ കാന്തപുരം മുഷാവറ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. എം.എ. അബ്ദുൽ ഖാദർ മൗലവി വളരെ വ്യക്തമായി പറയുന്നു, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് മതപരമായ കടമയാണ് ബ്രിട്ടീഷുകാരോട് പോരാടലെന്ന് പറഞ്ഞു വെച്ച അദ്ദേഹത്തിന്റെ മുൻഗാമി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയണത് എന്താ? ബ്രിട്ടീഷ് കക്ഷിയായാലേ മുഷാവറയിൽ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. കഴിയും. പിന്നെ തിരുകേശത്തെ കുറിച്ച് അല്ലേ? തിരുകേശത്തിന്റെ പ്രശ്നം എന്താന്ന് പറയുന്നത്? ഇയാള് വന്നിട്ടൊരു പൊട്ടത്തരം പറഞ്ഞു എപ്പി, അത് ഏറ്റുപിടിച്ച് പേരോടും പറഞ്ഞു, ഇന്നമദ്ദീനു ബിൽ ഇസ്ലാം, സനദ് വേണം എന്ന് പറഞ്ഞു. ഇതൊരു പൊട്ടത്തരമാണ്. ഈ പൊട്ടത്തരം കാരണത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് നമ്മളൊക്കെ അംഗീകരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം വലിയുള്ള മഹാന്മാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കുക, മഹാന്മാരെ കൊണ്ട് ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞത്, അതിന് സനദ് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രഖ്യാപനം നടത്തിയത് കാന്തപുരം ചെയ്ത ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ്, പേരും പൊട്ടത്തര. ഇനിത് മദ്ഹാണെന്ന് പറഞ്ഞ് ഞാൻ സുൽത്താന്റെ പരിസരത്ത് പോയി പ്രസംഗിച്ചു, അതിന് ഒരു മറുപടി പറഞ്ഞു. പ്രസംഗത്തിൽ അലിഫൊക്കെ അങ്ങനെ വരിക, ആന്നൊക്കെ ഒന്നും കൃത്യമായിട്ട് പറയരുത്. നമ്മളെ നാട്ടിലൊരു സഹോദരനോട് ചോദിച്ച്, എന്തിനാടാ AP ഭാഗത്ത് നിന്ന്, ഇവിടെ വളാഞ്ചേരിയുള്ള, ഞാൻ വളാഞ്ചേരി നിൽക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, AP ഭാഗത്ത് നിന്ന് എന്തിനാ നീ പോന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമല്ല, ഒക്കെ കുറെ കൂട്ടി പറയില്ല. എന്താ കൂട്ടി പറയണേ? മൂപ്പര് കീശിന്ന് പേനെടുത്തുണ്ട്, ഇതെന്താന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? ഞാൻ പേനാന്ന് പറയും. ഒരു AP-കാരനോട് പറഞ്ഞ ഇങ്ങനെ പറയാം. ഞങ്ങൾ അത്യാരോപണമല്ല, ഇങ്ങനെയാണ് പറയാൻ. ആ കുട്ടി പറഞ്ഞാണ്, അതുകൊണ്ട് എന്തിനാ അപ്പൊ അങ്ങനെ ഇടങ്ങാറായി എന്നൊക്കെ പറഞ്ഞു വിടുന്നു. ഇനി ഒന്ന് കൊടുത്തു നോക്കണ്ടി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി, മൂപ്പര് ആശയങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അതോടുകൂടെ ഈ പറഞ്ഞാണ്ട് ഈ ഡാൻസ് നന്നായി കണ്ടോണ്ടി നല്ല രസമുണ്ടാവും. ഇപ്പൊ ഈ വഹാബികളോ അവരൊക്കെ ഇവരെ ക്ലിപ്പ് ഇടുക, ഇയാളെന്നെ ഒരു ക്ലിപ്പ് ജീവിയാണ്. അതിങ്ങനെ ഇട്ടിട്ട് ഈ സാധുവിന്റെ ഈ നാടകം കണ്ട് ചിരിക്കുക. അത് കണ്ടപ്പോ ഇയാള് ബേജാറായിട്ട് പിന്നെ ചോദിക്കുക, എന്റെ പ്രസംഗം ശരിയില്ലാത്തതുകൊണ്ട് നമ്മളെ പ്രസംഗം ഇട്ടിട്ട് ജാളാകുക. ഇത് പ്രസംഗം ഉച്ചാറായിട്ടില്ല, ഇതൊരു ആശ്വാസം. അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു മിമിക്രി ഒക്കെ കണ്ടുകാണ്ട് ഈ നാടൻ ചെക്കന്മാരൊക്കെ വന്ന് നോക്കും ഇതിങ്ങനെ കാണാനായിട്ട്. കുട്ടികള് ഇതൊരു നേരം പോക്ക് അല്ലേ? അതൊക്കെ പറയണം. അത് പറയണ്ട, അടുത്തേലും നോക്കാം എത്രത്തോളം കോളുണ്ട് സാധുവിൻ്റെ അടുത്ത്. ഫضലുൽ ഉസ്താദ് ഇങ്ങനെ ഇൻഫർമേഷൻ തരികയാണ്, ഇതൊന്നാണ് പറഞ്ഞളി കണ്ട് നമ്മളെ തന്നെ തീർന്നിട്ടില്ല. അപ്പോ തിരുകേശ സംബന്ധിയായി ഇയാള് ഒരു പച്ചപ്പൊട്ടത്തരം പറഞ്ഞു. എന്താ ചെയ്യണം? ഏതായാലും പൊട്ടത്തരാണെന്ന് തിരിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെടുത്തൊരു അബദ്ധം സംഭവിച്ചു, ഒരു അപകടം സംഭവിച്ചു, ഒരു പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, അത് ഞങ്ങളെ ജീവാത്മാവും പരമാത്മാവുമായ മാന്യദേഹമായി പോയി എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് അത് പറയല്ല അല്ലേ എന്ന് പറയണ്ട. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറയുമ്പോ മറ്റേ ആള് വന്നിട്ട് വായിക്കുക, ഇത് കൊടുന്ന് വായിക്കണം. അപ്പോ ഇവര് തലീക്കെട്ടിന്റെ ഉള്ളിൽ ഭയങ്കര വിവരാണെന്നാ പറഞ്ഞു. ഓലെ ജമീഅത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ
ചെറുക്കന്മാരോട് കളിച്ചിട്ട് കാര്യമല്ലല്ലോ, ഭയങ്കര ആൾക്കാരാവര്. അങ്ങനെ പെരും വിവരമുള്ള ആൾക്കാരൊക്കെ അത് കേട്ടിട്ട് മന്ദപ്പുകളായി കുത്തിരിക്കുകയില്ല. മാനിഷാദ, അരുത് കാട്ടാള, അരുത്, പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞിട്ട് നേരായ ദിശയിലേക്ക് ഒരാൾ പോലും ആ കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലക്ഷം പിന്നാലെ ലക്ഷണം കെട്ടോ മുന്നാലെ. ഇവിറ്റങ്ങളെ പിന്നാലെ കൂടാൻ പറ്റുമോ? പൊതുജനങ്ങൾ ആലോചിക്കുക. ഇവരൊപ്പം കൂടിയാല് സുന്നത്ത് ജമാഅത്തെ സംരക്ഷിക്കാൻ കഴിയോ? ഈ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഈ ഷിയ ആശയം പ്രചരിപ്പിക്കുന്ന ഇവരോട് കൂടെ കൂടിയാൽ ദീന് സംരക്ഷിക്കാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ഇത് പറഞ്ഞപ്പോ ഞാൻ കോട്ടക്കൽ വെച്ചിട്ട് പറഞ്ഞു അത് പൊട്ടത്തരാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു EK വിഭാഗം ഇവരെ പിന്നാലെ ഇത് വെച്ചിട്ട് ആ സൈക്കിൾ എടുത്ത് കൂടുന്നത്. അതുകൊണ്ട് ആ പൊട്ടത്തരം AP തിരുത്തണം. അത് പൊട്ടത്തരാണ് എന്ന് പറയണം. അതല്ലെങ്കിൽ അതിമ പിടിച്ചു തൂങ്ങുന്ന ഒഴിവാക്കണം. എന്താ പറഞ്ഞാല് നിങ്ങളെ തലീകെട്ടാണ് ശരിയോ? കുത്തുബുസ്സമാനെ കുറിച്ച് ജഫർ പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് പറയണം? കുത്തുബുസ്സമാനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞ ആ ആരോപണം അത് കളവാണ്, സുന്നത്തമായത്തിനെതിരാണ്, അബദ്ധം സംഭവിച്ചതാണ്, ഞങ്ങളുടെ മുഷാവറ കൂടിയപ്പോ ഒരൊറ്റൊന്നിനും അന്തല്ലാത്തോണ്ട് വന്ന് ഭവിച്ചതാണ്, മാലോകരെ ക്ഷമിക്കണം, പൊറുക്കണം, ഞങ്ങൾ തിരുത്തുന്നു എന്നല്ലേ പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ്, സുന്നത്തമായത്തിന്റെ ആൾക്കാരാണ് പറഞ്ഞാണ്ട് ഇങ്ങനെ പാടുക ഇല്ലല്ലോ. മാന്യന്മാർ ഇതല്ല ചെയ്യേണ്ട. അബദ്ധം സംഭവിച്ചു, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ കൃത്യമായി ജഫർ പറഞ്ഞു. എവിടെ ഉണ്ട്? ഇന്ന കിതാബിൽ. ആര് പറഞ്ഞു? സയ്യിദ് ഷരീഫുൽ ജുർജാനി. പിന്നെ ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഷിബിലൻജി റഹ്മത്തുള്ളാഹി നൂറുൽ അബ്സാർ. പിന്നെ ആര് പറഞ്ഞു? ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട അഹ്മദ് റളാഖാൻ ബറേൽവി. അങ്ങനെ തുടർച്ചയായി വന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ പറഞ്ഞു. ആരെ ഇത് പരിചയപ്പെടുത്തി? പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ ആ പേര് നൽകി? അലി റളിയല്ലാഹു അൻഹു. ആർക്കാ കിതാബുള്ളത്? അലി റളിയല്ലാഹു അൻഹുവിന്. പിന്നെ ആർക്കാ കിതാബുള്ളത്? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്. ആരെ ഇത് ആദ്യം വിശദീകരിച്ചത്? സയ്യിദുനാ അലിയും കറമല്ലാഹു വജ്ഹഹു. ആരെ അതിൽ ആദ്യം കിതാബ് രചിച്ചത്? സയ്യിദുനാ അലിയും കറമല്ലാഹു വജ്ഹഹു. 1 by 1 ആയിട്ട്. അതാണ് വിവരമുള്ള ആൾക്കാർ ചെയ്യുക. നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചത് മറ്റു മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന് വേറെ ഏതെങ്കിലും ജംഇയ്യത്തുൽ ഉലമ EK വിഭാഗം പറഞ്ഞു. EK വിഭാഗം പറഞ്ഞ തെളിവുകൾ ഒരൊറ്റ ഒന്നുപോലും തെളിയിക്കാൻ ഇന്ന് വരെ ആ വിഭാഗത്തിൽ ഒരാൺകുട്ടി ജനിച്ചിട്ടില്ല എന്നത് ഒരു പരമസത്യമായി കിടക്കുകയാണ്. അതുകൊണ്ടാ പേരോട് ഒരു കാര്യം പറഞ്ഞു. അവരെ കൂട്ടത്തിൽ നിന്ന് കുറെ ആൾക്കാർ ഇവരെ കൂട്ടത്തേക്ക് പോയിക്കണ്, കുറെ വന്നിക്കണ്. നിങ്ങളെ കൂട്ടത്തുനിന്ന് 2 കൂട്ടരും വന്നുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് കുറച്ചു കാലം കഴിയുമ്പോ നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ അരമനകൾക്കുള്ളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ പറയും നിങ്ങളോട്, പോരി ഉസ്താദ് പോരി, ഈ വണ്ടി കയറിക്കോളി, കുത്തുബുസ്സമാന്റെ അടുത്ത് പോവുകയാണ്, സുഖമായിട്ട് ഈമാനിലായി മരിക്കാം എന്ന് പറയും. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാലം വേണ്ടി വരൂല. പേരോടിനൊന്ന് പ്രസംഗിക്കാൻ നാട് നീളൻ പറഞ്ഞയച്ചാൽ മതി, ഞങ്ങൾ പിന്നാലെ വരുന്നുണ്ട് അല്ലേ? പേരോടൊന്ന് പ്രസംഗിച്ചാൽ ഞമ്മക്കും തന്നെ കോള് കുറച്ച് അവരെല്ലാവരും അംഗീകരിക്കും ആളായത് കൊണ്ട്. നല്ല തമാശ. മൂപ്പര് വന്നാല് മൂപ്പര് വെള്ളുവമ്പർത്ത് വന്നിട്ട് അന്ന് ഞാനും ഫضലുൽ ഉസ്താദും മജീദ് ഉസ്താദും ഒക്കെ അവിടെ ചെന്നു പ്രസംഗിച്ചിട്ട് പ്രസംഗം തീരുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്, ഞങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി, പണ്ഡിത, ലോകത്തെ പ്രതിഭാധനനായ പ്രതിഭാശാലി, ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന്റെ മുമ്പ് ഉസ്താദിനോട് ചോദിച്ചു, ഓലെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയും വന്നിട്ട് നമുക്കൊരു ഏറ്റുമുട്ടൽ നടത്തിയാല് നിങ്ങളും നമ്മളെ പ്രസിഡന്റും ഉണ്ടായാല് നടക്കൂല. അത് വേണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോണ്ട് നിങ്ങളെ കളിയാണ് മാറും. ഒന്ന് അടുത്ത് നോക്കണ്ടി, അപ്പൊ അറിയാ കളി അല്ലേ? ചെറുശ്ശേരി മുണ്ടൂലല്ലോ മരുവനെ കണ്ട അല്ലേ? കേട്ടല്ലേ ഇപ്പൊ ബാക്കിയുള്ളവര് ഇതൊക്കെ ചോദിച്ചുറപ്പിച്ചിട്ട് ഞാൻ എന്നെ വേണമെങ്കിൽ പറഞ്ഞോളാറ്.
വെറുതെ പറഞ്ഞല്ല, തമാശ പറഞ്ഞല്ല. കാന്തപുരത്തിന് ഇറക്കി ഉള്ളാളും വരട്ടെ, ഇല്ലാത്ത ആൾക്കാരൊക്കെ പാടെ നിൽക്കട്ടെ, ഓല് രണ്ടാളും വരട്ടെ. എന്നിട്ട് ഞങ്ങളും കുഫുവൊക്കെ ഉണ്ട്, പ്രസിഡന്റും സെക്രട്ടറി, ഞങ്ങളെ പ്രസിഡന്റും സെക്രട്ടറി അല്ലേ. എന്നാ കാണാ കുഞ്ഞിരായും കൊടുക്ക് പെട്ട മാതിരി ഉണ്ടാവും ചാടുന്നത്. കളിയാണ് പടിയില്ല. നിങ്ങൾക്ക് വൈജ്ഞാനികമായി നിങ്ങളിങ്ങനെ പാടി നടന്നുകൊണ്ടിങ്ങനെ നടന്നൊരു കാര്യം നടക്കില്ല. വിവരം എവിടെയെന്ന് ഇൻഷാ അള്ളാഹ് കേരളത്തിൽ അള്ളാഹു ഇയാൾക്കൊന്നും ഇങ്ങനെ പറയാനുള്ള അവസരം കൊടുത്താൽ മതി. ഒന്ന് കേരളത്തിൽ മൊത്തം ചിറ്റിയ ഞങ്ങൾ ബേക്കിൽ അങ്ങനെ വരും. വള്ളുവമ്പുറത്ത് 11 സഹോദരന്മാർ വന്നിട്ടാണ് ദിക്ർ സ്വീകരിച്ച് ഞങ്ങളുടെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഉസ്താദെ ഞങ്ങൾക്ക് നന്നാകണം, ഈമാനിലായി മരിക്കണം, സന്തോഷത്തിലായി മരിക്കണം, തൗഹീദിലായി മരിക്കണം, അതിന് അവസരം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ദിക്ർ സ്വീകരിച്ച് മഹത്തുക്കളായ മഹിതമായ പാരമ്പര്യത്തിന്റെ മഹാമനീഷികളുടെ വഴിയെ നടക്കാൻ തയ്യാറായ നീ സംസാരിച്ചാൽ, പേരോട് വയന്ന് പറഞ്ഞാൽ, അതിന്റെ ശേഷം ഞങ്ങൾ വന്നാൽ വിജയിക്കും. കാര്യം നടക്കും, ആളുകൾ നന്നാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞ സനദ്, ദീനിന്റെ എല്ലാ കാര്യങ്ങൾക്കും സനദ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നത് ശരിയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾക്ക് സനദ് വേണമെന്ന് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറഞ്ഞ പൊട്ടത്തരമാണ്. അത് കാന്തപുരം പറഞ്ഞൊരു പൊട്ടത്തരാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അത് പറഞ്ഞേ? സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്ത് സുന്നി ആദർശം അംഗീകരിക്കുന്ന ആളുകൾ നമ്മളൊക്കെ സിയാറത്തിന് പോകാറുണ്ട്. നമ്മളൊക്കെ സുന്നികളാണ്. ആധാറ് കൊണ്ട് ബർക്കത്തെടുക്കാൻ സനദ് വേണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്, പൊട്ടത്തരാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? നമ്മളിപ്പോ സിയാറത്തിന് പോകും, ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം വലിയുള്ള മുത്തുപേട്ട അല്ലേ, മഹാനുഭാവന്റെ ഖബറിടം അല്ലേ, മൂപ്പര് മൗലിദ് ഉണ്ട്, വാങ്ങാൻ കിട്ടും. ആ മൗലിദിൽ ഹദീസ് വായിക്കുമ്പോൾ ഒരു ഹദീസിൽ തന്നെ വകാന ഖിസ്സത്തു ബുറൂസിഹി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവന്റെ വരവിനെ കുറിച്ച്, മഹാനുഭാവന്റെ ആ മഖബറയെ കുറിച്ച് തുടങ്ങുന്ന ആ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, വഹാദാ കുല്ലുഹു ഫിൽ മനാം, ഇതൊക്കെ സ്വപ്നം വഴി കിട്ടിയതാണ്, സനദ് വഴി കിട്ടിയതല്ല. നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ലേ? തഞ്ചാവൂർ എന്ന നാട്ടിൽ മുത്തുപ്പേട്ടെന്ന തട്ടിൽ മികവോടെ അന്തി ഉറങ്ങും വലിയുള്ളാഹി. പിന്നെ അന്ന പാട്ട് കാണാതല്ല, ഓർമ്മയില്ല. ആ നാട്ടിലൊരു കർഷകനായ മനുഷ്യൻ, അയാളിങ്ങനെ കന്നൂട്ടിയപ്പോ ഒരു മയ്യത്ത് കാണാൻ, അതിമന്ന് രക്തം വരികയാണ്. അങ്ങനെ മൂപ്പര് പറയാണ്, ഇത് മൂസാ നബിന്റെ കാലത്തുള്ള ആളാണ് ദാവൂദുൽ ഹക്കീം വലിയുള്ള. ആരെ പറഞ്ഞു? എന്താ അതിന്റെ സനദുണ്ടോ? മൂസാ നബി വരെയുള്ള ഇല്ല, സനദില്ല. മൂസാ നബി വരെയുള്ള സനദുണ്ടോ? ഇല്ല. ഇതാരെ പറഞ്ഞു? ഒരു മഹാപണ്ഡിതൻ പറഞ്ഞാണോ? അല്ല. പിന്നെ ആരെ പറഞ്ഞു? കർഷകൻ. എപ്പോഴേ മൂപ്പരിത് കണ്ടെത്തി? മൂപ്പരിങ്ങനെ മണ്ണ് ഉഴുതായിരുന്നു. അപ്പോ മൂപ്പര് സ്വപ്നം കാണാൻ, എന്താ? മൂസാ നബിന്റെ കാലത്തായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ആ വലിയായിരുന്നു, ഗൗസിന്റെ പോസ്റ്റിലുള്ള ആളായിരുന്നു. സ്വപ്നം. അദ്ദേഹത്തിന്റെ ഖബറിന്റെ നീളത്ര ഇങ്ങനെ മൊത്തം സ്വപ്നം കാണാൻ. ഇനി SSFകാരുടെ സിയാറത്ത് ടൂർ അല്ലേ, ഇടക്കിടക്ക് ഉണ്ടാകുമല്ലോ. മദ്രസയെന്നും നിങ്ങളെ സുന്നി ബോർഡിന്റെയും മദ്രസയെന്നും SSFന്റെ ടൂറ് എവിടുക്കാ? മുത്തുപേട്ട, നാഗൂര്, ഏർവാടി സിയാറത്ത് ടൂർ. ബന്ധപ്പെടുക SSF ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ ക്ലസ്റ്റർ കമ്മിറ്റി, എന്തങ്ങാട് ഡിവിഷൻ കമ്മിറ്റി. അവിടെ ചെന്നിട്ട് ചോദിക്കുക, ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്. നമ്മളെ ജീവാത്മാവും പരമാത്മാവുമായ മാന്യദേഹം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇനി ഖബറിന് വന്നിട്ട് നിന്നാൽ സനദ് ഇല്ല. മൂസാ നബിന്റെ വരെ കിട്ടിയിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഒരു കർഷകൻ
പറഞ്ഞതാണ്, അതോ സ്വപ്നത്തിൽ? എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ലോകത്ത് നിന്ന് അവർക്കെതിരെ സമരം ചെയ്യുന്ന ആളുകൾ സമര പോരാട്ടത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നതിന്റെ കാരണം അവർ അന്വേഷിച്ചപ്പോ അവർക്ക് ബോധ്യപ്പെട്ടത് ത്വരീഖത്തിന്റെ മശായിഖുമാരാണ് അവരെ വിറങ്ങലിച്ചു നിൽക്കാൻ, പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാനാവാത്ത സമരമുഖത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്നത് ത്വരീഖത്തിന്റെ ശൈഖുമാരും അവരുടെ മുരീദുമാരുമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ആധ്യാത്മിക മേഖലയിലുള്ള എല്ലാം തകർക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന ഷൗക്കത്ത് അലി, ബഹുമാനപ്പെട്ട ആബിദ ബീഗം എന്ന് പറയുന്ന ബി ഉമ്മ ഖാദിരിയ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ആളുകളായിരുന്നു. ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖുത്ബുസ്സമാനാണ്. അത് പറയുമ്പോ നിങ്ങൾ ഓർക്കണം, ഇവിടെ വന്ന് പ്രസംഗിച്ച പേരോട് പറയുകയാണ് ഖുത്ബുസ്സമാൻ എന്ന് പറയുന്ന ആള് ഇവിടെ വന്നിട്ട് ശൈഖുനാനെ പറ്റി വലിയ ആഡംബര കാറിലാണ് യാത്ര ചെയ്യണത്. എന്നിട്ട് മൂപ്പരന്നത് പറഞ്ഞിട്ട് വലിയ ആഡംബര, അതൊന്നും കുത്തുബ് ഹൗസ് എന്ന് പറയുന്ന പോസ്റ്റിലുള്ള ആൾക്കാർക്കൊന്നും പറ്റൂല. അപ്പോൾ ആ മൂപ്പരിങ്ങനെ ആലോചിച്ച്, അല്ല നമ്മളിപ്പോ കമറുലമ്മ ഇപ്പൊ ആകെ ഗതികേടിലുലമ്മയാകുമല്ലോ. അതിങ്ങനെ ആലോചിച്ചോ, കുറച്ചൊക്കെ തിരക്കുണ്ടെങ്കിൽ പിന്നെ പറ്റും, തിരക്കുണ്ടെങ്കിൽ പറ്റും അല്ലേ? എവിടെയാണ് ഈ തിരക്കുണ്ടെങ്കിൽ ഖുത്ബുസ്സമാന്മാർക്ക് കാറാവാം, തിരക്കില്ലെങ്കിൽ കാറ് പറ്റൂല. തിരക്കുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീടൊക്കെ ആവാം, തിരക്കില്ലെങ്കിൽ ഓലപ്പെര. വേർ ഫ്രം, എവിടുന്നേ കിട്ടിയ സാധുവോ? അപ്പൊ ഇങ്ങനെ ചരിത്രം നോക്കുക. ഇങ്ങനെ ചരിത്രം നോക്കുക. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാറ്റിന് വാഹനമായിട്ട് ഉപയോഗിച്ചതാണ്. ലോകം മുഴുവൻ അടക്കി ഭരിച്ച ആളാ, വലിയ തിരക്കായിരുന്നു. അതുകൊണ്ട് കൊട്ടാരമൊക്കെ പറ്റും. സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു തിരക്കുമില്ലാതെ മക്കയുടെ മനോഹരമായ പ്രതലത്തിൽ ഒളിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് പേരൊന്നും വല്ലാതെ വേണ്ട അല്ലേ? എവിടുന്നാണ് ഈ സാധനം വന്നത്? തിരക്കാത്ര അല്ലെന്നാ മറ്റേ സുസുക്കി 800 അത് എടുക്കണേ എത്ര തിരക്ക് വേണം? 800 അത് എടുക്കണമെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 3 മണിക്കൂർ. എങ്ങനെയാ? ആൾട്ടോ ആണെങ്കിൽ ഒരു 5 മണിക്കൂർ അല്ലേ തിരക്കുണ്ടെങ്കിൽ. അപ്പൊ ഒരാൾ ഇന്നോവ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു 9.5 മണിക്കൂർ തിരക്കുണ്ടെങ്കിൽ. ആരൊക്കെ ഇന്നോവ പറ്റൂട്ടോ? പേരോടിന്റെ അടുത്ത് ചെല്ലേ ഇന്നോവക്കാര്, ഉസ്താദ് ഞാനൊരു ഇന്നോവ എടുത്ത് പെട്ടുകണ്, അപ്പോ എനിക്കാണെങ്കിൽ വലിയ തിരക്കില്ല. എന്നാ സിറാജുള്ളതൊക്കെയാണ് സംഭാവന ചെയ്തേക്ക്, നല്ല രസമുണ്ടാവും. ഇയാളെ വണ്ടി ഏതാണോ? ഫോർച്യൂണറാ? എത്ര മണിക്കൂറാണോ തിരക്കില്ലേ? അത് ഫുള്ള് തിരക്കേക്കാര്. ഏതാണ് ആ തിരക്ക് എന്ന് ഞാൻ പറയണോ? ഇനി പറയാം. തിരക്ക് പല വിധമുണ്ട്. ഒരു BMW എടുക്കണമെങ്കിൽ എത്ര മണിക്കൂർ തിരക്ക് വേണ്ടി വരും? ഇവന്റെ ഒരു എന്ത് മാനദണ്ഡാണ്? കോതൊക്കെ തൊള്ളിയിൽ വന്നതൊക്കെ പാട്ട് എന്നല്ലതിനെ കുറിച്ച് പറയാം. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാത്ര പുണ്ണാക്കാജ്. തിരക്കിനനുസരിച്ച് തിരക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല. അസുഖക്കാരൻ ചോദിക്കും, അതിനുള്ള മറുപടി നമുക്കൊക്കെ ഉസ്താദ്മാർക്കൊക്കെ വലിയ തിരക്കല്ലേ, അതുകൊണ്ട് ഉസ്താദും ഒക്കെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഓല എടുത്തോട്ടെ. തിരക്കില്ലാത്ത സാധുക്കൾ കാണാൻ മുഷാവറയിൽ ആ MA കാർഡ് കുത്തിരിക്കുന്നുണ്ട്, അതിന് കാർ എടുത്തോടത്തിക്കണാവോ അല്ലെ? മാത്രല്ല ഈ തിരക്കിൽ വീടിന്റെ തിരക്കും. ഒരാഡംബര വീടുണ്ടാക്കണമെങ്കിൽ വലിയ തിരക്ക് വേണം. ഈ തിരക്കും
കുത്തുബുസമാൻ പദവിയും തിരക്കും കുത്തുബാകലും തിരക്കും ഔസായനും തിരക്കും വിലായത്ത് കിട്ടലും തിരക്കും ഔലിയാകലും തിരക്കും ആധ്യാത്മിക മേഖലയും എന്താ അത് തമ്മിലുള്ള ബന്ധം? അങ്ങോട്ട് ബടായി പറയാൻ കുത്തുബുസമാനൊക്കെ ആയാല് ആഡംബരം പറ്റൂല, ആഡംബരമുള്ള വീടൊന്നും പറ്റൂല, ആഡംബരമൊന്നും പറ്റൂല. നിങ്ങൾ കണ്ടോ? അത് ഏതാ പുസ്തകം എന്നറിയോ? അന്നഫഹാത്തുൽ ജലീല ഫീ മനാഖിബിൽ കുതുബിൽ ഗൗസി അസ്സയ്യിദ് അലവി ബിൻ മുഹമ്മദ് മൗലദ് ദവീല. ഇതാരെഴുതിയാന്നറിയോ? നേരത്തെ ആ പ്രമേയ എഴുതിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പേരോടിന്റെ നേതാവ്. ആ പാരമ്പര്യത്തിലാണോ നിന്റെ ശൈഖ് ഉള്ളാൽ തങ്ങളി എന്ന് സ്വകാര്യമായി ആലോചിച്ചോ? പാങ്ങിലിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ എതിർചേരിയിൽ നിൽക്കുന്ന ചെറുശ്ശേരിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് ബ്രിട്ടീഷുകാരുടെ കൂട്ടാളികൾക്ക് മുഷാവറയിൽ അംഗമാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പാങ്ങിൽ അഹമ്മദ് കുട്ടി മൗലവി, അദ്ദേഹത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന് താനൂരിലെ ഇസ്ലാഹുൽ ഉലൂം മദ്രസയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അവിടെയുള്ള ഹൗലിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. സമയമായി. ആ പാരമ്പര്യത്തിലേക്കാണോ നിങ്ങളുടെ പ്രസിഡന്റ് കൂപ്പുകുത്തുന്നത് എന്ന് SSFകാരൻ കണ്ണൂരിൽ എട്ടിക്കുളത്ത് പോയി അന്വേഷിക്കട്ടെ. അങ്ങനെ ഇടക്കിടക്ക് മാറുന്നുണ്ട്. ചാലിയത്ത് ചെന്നപ്പോ അവിടെ അല്ല, ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എനിക്കറിയാം. കൂറത്തങ്ങളുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കും. നിങ്ങൾ ഒന്ന് പോയിക്കോളി. SSFകാർ പ്രസിഡന്റിനെ സന്ദർശിക്കും. ആ മഹിതമായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നിങ്ങളുടെ നേതാവിന്റെ ആ പാരമ്പര്യത്തിലേക്ക് പോകാണോ? കുത്തുബുസ്സമാനെ കുറിച്ച് ആര് കുത്തുബ്, എവിടെ ശൈഖ്, ആര് ഗൗസ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച പ്രസിഡന്റ് ആ പാരമ്പര്യം നിലനിർത്തേണ്ടോന്ന് ആലോചിച്ചോണ്ടി. വല്ലാതെ പേരോടങ്ങാനും പരിധി ലംഘിച്ചുകൊണ്ട് കുത്തുബുസ്സമാൻ എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങിയാൽ ആ പാരമ്പര്യത്തിന്റെ പ്രണേതാവായി നിപതിക്കുമെന്ന് വിനയത്തോടുകൂടെ അറിയിക്കാൻ ആലോചിച്ച് മുന്നേറിയാൽ മതി. അല്ലേ? എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് വേറെ വല്ലതുമാണ്